BJPയുടെ പ്രതിനിധിയോട് അദ്ദേഹം ഇവിടെ റബ്ബറിനെ കുറിച്ച് വളരെയധികം വാചാലമായി. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ അടുത്ത കാലത്ത് ആഗോള വിപണിയിൽ 1 കിലോ റബ്ബറിന് ഇറക്കുമതി ചുങ്കം ഉൾപ്പെടെ ഏതാണ്ട് 270 രൂപയോളം വില വന്നു. അന്നും ഈ കമ്പനികൾ ആഗോള വിപണിയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ആ സമയത്തും നമുക്ക് റബ്ബറിന് കിട്ടിക്കൊണ്ടിരുന്ന വില 140 രൂപയാണ്. ഈ പറയുന്ന MRF പോലുള്ള കുത്തക മുതലാളിമാരോട് ഇലക്ട്രൽ ബോർഡിൻ്റെ പേരിൽ 140 കോടി രൂപ മേടിച്ച് ആ കമ്പനികൾക്ക് വേണ്ടി ഈ റബ്ബറിൻ്റെ വില ഇവിടെ കുറച്ച് കൊടുക്കുകയല്ലേ നിങ്ങൾ ചെയ്ത്? അന്ന് ആ 270 ഇവിടുത്തെ കർഷകർക്ക് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ വീട്ടിൽ വെട്ടുന്ന റബ്ബറിന് പോലും 270 കിട്ടൂലായിരുന്നോ? കിട്ടുമായിരുന്നു. രണ്ടാമത് UDF-ന്റെ പറഞ്ഞൊരു കാര്യം, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഒരു വിഷയമാണ് CA, പൗരത്വ നിയമം. ഈ പൗരത്വ നിയമത്തിന് മുമ്പ് NIA എന്ന് പറഞ്ഞൊരു നിയമം ഇവിടെ നടപ്പിലാക്കി. ആരെയും ഒരു ചോദ്യവും ഇല്ലാതെ പിടിക്കാവുന്നതാണ്. എത്ര നാൾ വേണമെങ്കിലും തുറങ്കലിലടയ്ക്കാം. അതിന് കൈപൊക്കിയ ആളാണ് ഈ ആന്റോ ആന്റണി. അതേ കൈപൊക്കൽ തന്നെയല്ല ഈ CA വിഷയത്തിൽ ആന്റോ ആന്റണി ഈ പാർലമെന്റിൽ പോയാൽ ചെയ്യാൻ പോകുന്നത്. രണ്ട്, അദ്ദേഹം ഒരു കാര്യം കൂടെ UDF-ന്റെ പ്രതിനിധിയോട്, അദ്ദേഹം ഇവിടെ 8 കൊല്ലം ഇടതുപക്ഷ സർക്കാർ ഈ കേരളത്തെ പുറകോട്ടടിച്ചു എന്ന് പറഞ്ഞു. ഈ 15 കൊല്ലമായിട്ട് കേന്ദ്രത്തിൽ പോയി MP ആയ ആളാണല്ലോ ആന്റോ ആന്റണി. അദ്ദേഹം ഈ പത്തനംതിട്ടയിൽ ഒരുപാട് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുണ്ട്. ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രൊജക്ട് ഒന്ന് പറയാമോ? ഇപ്പൊ തോമസ് ഐസക് വൈജ്ഞാനിക പത്തനംതിട്ട എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ട് കൊണ്ടുവരുന്നുണ്ട്. എല്ലാ വീടുകളും നോട്ടീസ് അടിച്ച് എത്തിച്ചിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ പറയുന്നുണ്ട്. ആന്റോ ആന്റണി ആകെ കാഞ്ഞിരപ്പള്ളിക്ക് കൊണ്ടുവന്ന ഒരു സാധനമാണ് ഈ തൊട്ടപ്പുറത്തെ മതിലിന്റെ അപ്പുറത്ത് കിടപ്പുണ്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയം. പേട്ട സ്കൂളിന്റെ അടുത്ത് ഒരു ഇൻഡോർ സ്റ്റേഡിയം 12 ലക്ഷം രൂപ ഇന്നും നിലം തൊട്ട് കിടക്കുക. പണിത് തീർന്ന് ഉദ്ഘാടനത്തിന് മുമ്പ് അത് ഇന്ന് വരെ ഇതുപോലെ താഴെ കിടക്കുക. മേൽക്കൂര താഴെ കിടക്കുക. 12 ലക്ഷം രൂപ. 12 ലക്ഷം MP ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. വന്നാലേ ചോദിക്കാൻ പറ്റുള്ളൂ. വന്നിട്ട് കണ്ടിട്ട് വേണം ചോദിക്കാൻ. അത് ശരിയല്ല. കണ്ടുപിടിക്കാൻ തെരഞ്ഞെടുപ്പ് കാലമല്ലേ, അദ്ദേഹം വരാതിരിക്കുമോ? അങ്ങനെ ഒരു കാര്യം പറയാം. ഇവിടെ തോമസ് ഐസക് സ്ഥാനാർത്ഥിയായപ്പോ അദ്ദേഹം ആദ്യം ചെയ്തത് ഓരോ ബൂത്തിലും പോയി ഓരോ വീട്ടിലുമുള്ള ആൾക്കാരെ കണ്ട് മുഖാമുഖം പരിപാടി നടത്തി. ശരി, അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി കൊടുത്തു. ഇന്ന് വരെ ആന്റോ ആന്റണി ഒരു ജനത്തിനടുത്ത് ചെന്നിട്ടില്ല. പിന്നെ എങ്ങനെ ചോദിക്കും? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ?